അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് തേങ്ങാച്ചോറ് വെക്കല്. അപ്പോൾ ഒരുപാട് വീഡിയോകൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ചോട്ടിൽ കമൻറ്റ് കാണും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ. ചിലപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കലില്ല. അപ്പം ഞാനത് കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. വിധം ആളുകൾക്കൊക്കെ പറയും തേങ്ങാച്ചോറ് വെക്കുമ്പോൾ പിന്നെ വേഗാത്ത കേടോ അടി പിടിക്കണ കേടോ ഒന്നും ഉണ്ടാവില്ല. റൈസ് കുക്കറിലാവുമ്പോൾ ആ വെള്ളമൊക്കെ കറക്റ്റാണെങ്കിൽ പക്കക്കാരം കേട്ടോ. അതിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ടു കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉള്ളിയും തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ഇടുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു. 3 കപ്പ് വെള്ളം ഒഴിച്ചു. 4 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ അരിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കുക. പിന്നെ നല്ല വേവില്ല അരിയൊക്കെ ആണെങ്കിൽ ഇതിലൊരു 1/2 കപ്പും കൂടി എക്സ്ട്രാ ഒഴിക്കണം. അപ്പം ഞാൻ സാധാ റേഷൻ അരി കൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കറക്റ്റാക്കാം കേട്ടോ റേഷൻ അരി ഇട്ട് വെക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ അരി കഴുകിയിട്ട് തേങ്ങയും ഉലുവയും ഉള്ളിയൊക്കെ കുഴച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യാം. ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. വെളിച്ചെണ്ണ കേട്ടോ. ഞാനിതിൽ കുപ്പിയിൽ പാർന്നിട്ടില്ല. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു തേങ്ങൻ്റെ ആ ടേസ്റ്റും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ ചോറിനൊരു പ്രത്യേക മയം ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഈ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ അരി എടുത്തിട്ട് അരി കഴുകും കേട്ടോ. എന്നിട്ട് അത് തിളക്കണതിന് മുമ്പ് തന്നെ തിളച്ചാലും ഇടാം, തിളക്കണതിന് മുമ്പ് ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് പിന്നെ നമുക്ക് തിളച്ചിട്ട് നമ്മൾ റൈസ് കുക്കറൊക്കെ വെച്ചിട്ട് പിന്നെ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചോറ് കഴിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ മതി. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ട് പിന്നെ ഇളക്കി മിക്സ് ആക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അരിയിൽ ഉലുവയൊക്കെ ഇട്ട് കിഴകി പിന്നെ വെള്ളം തീമച്ചേക്ക് ഞാൻ ഉലുവയും അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയിട്ടിട്ട് ഒരു 1.5 സ്പൂൺ ഉലുവയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളെ റൈസ് കുക്കർക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ തിളച്ചതിന് ശേഷം നന്നായിട്ട് കട്ട പിടിച്ചിക്കണോ ഇല്ലേ എന്നൊക്കെ ഇളക്കി നോക്കിയിട്ട് റൈസ് കുക്കറിൽ വെച്ചുകൊണ്ട് അടച്ച് വെക്കുക. പിന്നെ എപ്പോഴാണോ നമ്മൾ കഴിക്കാനാണ് അപ്പം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പാകത്തെ വേഗക്കാരം കേട്ടോ. വേഗം ഏറിപ്പോവില്ല, അടി പിടിക്കില്ല. അപ്പോൾ കറക്റ്റ് വേഗത്തിൽ നമ്മളെ തേങ്ങാച്ചോറ് കിട്ടിയിട്ടുണ്ട്. വയ്ക്കാൻ കുമ്പളങ്ങി പിന്നെ ബീഫ് ഇട്ട് കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബീഫ് വരട്ടും